തെന്നിന്ത്യയിൽ തിരക്കുള്ള ഒരു നടിയാണ് മീന. മലയാളത്തിലും തമിഴിലും ഒക്കെ അവർ നിരവധി സിനിമകളിൽ, ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും സുരേഷ് ഗോപിയോടും ഒക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്, ജയറാമിനൊക്കെ ഒപ്പം. ഇപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. അവർ BJP-യിൽ ചേരാൻ പോകുന്നു, തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് എന്നൊക്കെയാണ് വാർത്തകൾ. ഇതിൽ വല്ല വാസ്തവമുണ്ടോ? ഈ മീനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച സിനിമ ദൃശ്യമാണ്. ദൃശ്യത്തിലൂടെ ഒരു കാലത്തല്ലേ, ഒരു 10-15 വർഷം മുൻപ് മലയാളികൾക്കിടയിലും തമിഴ്നാട്ടിലുമെല്ലാം നിറഞ്ഞു നിന്ന മീന പിന്നീട് കുറച്ച് പ്രായത്തിന് ശേഷം വീണ്ടും സ്വീകരിച്ചത് ഈ സിനിമ. വീട്ടമ്മമാരുടെ ഒരു വീട്ടമ്മയുടെ റോൾ, പ്രത്യേകിച്ചും മധ്യവയസ്കയായ ഒരു വീട്ടമ്മയുടെ റോൾ, അതെന്തായാലും ദൃശ്യത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് കൃത്യമായി മീന ആരാണെന്നറിയാം. ഇപ്പോൾ എന്തായാലും BJP-യിലേക്ക് വരുമെന്ന വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പല ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, അവർക്ക് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നതും. ഈ മീന ഡൽഹി സന്ദർശിക്കുകയും ഉപരാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് അവർ BJP-യിലേക്ക് വരുമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും അധികം ലക്ഷ്യമിടുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് എന്തുകൊണ്ട് ലക്ഷ്യമിടുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ തെലങ്കാനയിലായാലും കേരളത്തിലായാലും BJP-ക്ക് തങ്ങളുടെ ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ തങ്ങൾ കടന്നു കയറുക എന്നത് BJP-യുടെ ഒരു നിലപാട് തന്നെയാണ്. എത്ര സ്വാധീനമില്ലാത്ത സ്ഥലത്തായാലും അവിടെ വിജയിച്ചു കയറും എന്നത് BJP-യുടെ വർഷങ്ങളായുള്ള വാശിയാണ്. അത് നാം പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുണ്ട്. അത് അവർ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് BJP ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് ഇവർക്ക് തലവേദനയായി നിൽക്കുന്ന നേതാക്കളെ ഒതുക്കുവാനുള്ള വലിയ ശ്രമം നടത്തും. അത് ഏത് നേതാവായാലും അവിടെ മറ്റൊരു നേതാവിനെ എത്തിച്ച് അവിടെ ജനങ്ങൾക്കിടയിൽ നിന്നും പ്രവർത്തിച്ച് അവരെ പരാജയപ്പെടുത്തുന്നത് നാം കണ്ടിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുന്നത് കണ്ടു. പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനം കെജ്രിവാൾ ഇതിനെ പരാജയപ്പെടുത്തുന്നത് കണ്ടു. ഈ ബംഗാളിൽ ഭാഗികമായെങ്കിലും BJP അതിൽ വിജയിച്ചു. അതായത് മമതയുടെ ഒരു അപ്രമാദിത്വം അവർക്ക് അവസാനിപ്പിച്ചു. മമതാ ബാനർജിയെ പരാജയപ്പെടുത്തി. നന്ദിഗ്രാമിൽ ഈ സുഖേന്ദു അധികാരി പരാജയപ്പെടുത്തിയാണ്. അവർ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ഒരു മണ്ഡലത്തിൽ അവർ തോറ്റു, പരാജയപ്പെടുകയും ചെയ്തു. അത് BJP-യുടെ ഒരു സ്ട്രാറ്റജി, തന്ത്രമാണ്. ആ തന്ത്രം തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, ഈ തമിഴ്നാട്ടിൽ കുറച്ച് നാളുകളായി തന്നെ വലിയ രീതിയിൽ BJP-ക്കെതിരെ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ നിന്ന് പെരുമാറുന്നത് ഈ സ്റ്റാലിനാണ്. കുറച്ചു നാളുകളായി ഈ 2024 സമയത്ത് വലിയ രീതിയിൽ രാഹുൽ ഗാന്ധി എല്ലാം വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായെല്ലാം മുന്നോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹം പട്ടായയിലാണോ അതോ എവിടെയാണെന്ന് വലിയ രീതിയിൽ ചർച്ച നടന്നപ്പോൾ ഇപ്പോൾ പ്രിയങ്കയുടെ മകളോ അതോ ഏതോ ഒരു ബന്ധുവുമായി ബന്ധപ്പെട്ട് അവർ ഡൽഹിയിൽ പഠിക്കുകയാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിന്റെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനായി വേണ്ടിയാണ് ഇപ്പോൾ ലണ്ടനിൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മുങ്ങുകയാണ്. പക്ഷെ ഈ ഇന്ത്യയിൽ കൃത്യമായി തന്നെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം കളിക്കാൻ സ്റ്റാലിന് കഴിയുന്നുണ്ട്. അത് ഭാഷാപരമായാലും ഏറ്റവും അവസാനം ഈ നമ്മുടെ ഇതുണ്ടല്ലോ, മണ്ഡല നിർണയവുമായി ബന്ധപ്പെട്ട ലോക്സഭാ മണ്ഡല, ആ രീതിയിലെല്ലാം BJP-ക്കെതിരെ പ്രതിപക്ഷത്തെ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കൃത്യമായി കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്നത് BJP ഒരു പ്രഖ്യാപിത നിലപാടായി എടുക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേ കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്, ഒരേ വർഷത്തിലാണ്. പക്ഷെ കേരളത്തിലെവിടെ തെരഞ്ഞെടുപ്പ് ആണോ എന്ന് പോലും സംശയമാണ്. ഒരു പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല. മറിച്ച് അവിടെ കൃത്യമായുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. അവിടെ സഖ്യം ചേരുകയും ചെയ്തിട്ടുണ്ടല്ലോ, DMK-യുമായി സഖ്യം ചേരുകയും അവരുടെ ആവശ്യമാണ് അണ്ണാമലയെ മാറ്റി നിർത്തുക എന്നത്. ആ അണ്ണാമലയെ മാറ്റി നിർത്തുക ഉൾപ്പെടെയുള്ള വിട്ടുവീഴ്ച ചെയ്താണ് സ്റ്റാലിനെ പുറത്താക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അവർ അടുത്ത് ലക്ഷ്യമിടുന്നത് പ്രമുഖരായ പല നേതാക്കളെയും തങ്ങളിലേക്ക് എത്തുക, ഇത്തരം സിനിമാ താരങ്ങളെ സിനിമാ രംഗത്തും അതുപോലെ സാമൂഹ്യ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന സാംസ്കാരിക നായകന്മാരടക്കമുള്ളവരെ
BJP-യിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മുമ്പും BJP അത് അവിടെ തമിഴ്നാട്ടിൽ അത് പ്രവർത്തിച്ച ആ രീതിയിൽ പ്രവർത്തിച്ച് വിജയിച്ചിട്ടുണ്ട്. ഖുശ്ബുവിനെ പോലെയുള്ളവരൊക്കെ BJP-യിൽ വന്നത് അങ്ങനെയാണ്. അതെല്ലാം ആ കാലത്തിൽ നിന്നും കൂടുതൽ മാറി. പണ്ട് BJP എങ്ങനെയാണ് അവിടെ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നത്? അണ്ണാ DMK അല്ലെങ്കിൽ DMK സഖ്യത്തിൽ നിന്നും മത്സരിച്ച് വിജയിക്കുക എന്നതാണ്. മറിച്ച് ഈ അണ്ണാമല വന്നപ്പോഴാണ് BJP-യുടെ തന്ത്രമായിട്ട് ഒറ്റയ്ക്ക് തങ്ങളുടെ സംഘടന ശക്തിപ്പെടുത്തണം, അതിന് പ്രമുഖ നേതാക്കളെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കണം, കൃത്യമായി കരുത്തുള്ളവരുടെ തങ്ങളെ പാളയത്തിൽ എത്തിക്കണം, ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം അവർ കൃത്യമായി നടപ്പിലാക്കുകയും അത് ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒറ്റയ്ക്ക് 13%-ലധികം വോട്ട് നേടാനും പല മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞു. അങ്ങനെ 2ാം സ്ഥാനത്ത് വന്നപ്പോൾ 3ാം സ്ഥാനത്ത് പോകുന്നത് ജയലളിതയുടെ പാർട്ടിയായ അണ്ണാ DMK ആയിരുന്നു. ആ രീതിയിലേക്ക് വളരാൻ അവിടെ ഒരു അത്ഭുതമായ ഒരു വളർച്ചയായിരുന്നു. ആ വളർച്ചയിലൂടെയെല്ലാം എന്തായാലും BJP കൃത്യമായ സന്ദേശം ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നേതാക്കളിൽ എത്തിച്ചിട്ടുണ്ട്, ഈ പ്രവർത്തകരിൽ എത്തിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കി മീന അടക്കമുള്ളവർ പാർട്ടിയിൽ എത്തിച്ച് അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMK-യുമായി ചേർന്ന് അധികാരത്തിൽ വരാനുള്ള കൃത്യമായ ഒരു രീതിയാണ് പരിശ്രമമാണ് BJP മുന്നോട്ട് പോകുന്നത്. ഈ മീനയുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി തന്നെ BJP നേതാക്കളുമായി നല്ല സൗഹൃദം സൂക്ഷിക്കുകയാണ്. കഴിഞ്ഞ പൊങ്കലിൽ തന്നെ അവിടെയുള്ള കേന്ദ്രമന്ത്രി, തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായ L. മുരുകന്റെ വീട്ടിലെത്തി പൊങ്കൽ ആഘോഷിക്കുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷമായിരുന്നു നരേന്ദ്രമോദിയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അതിൽ അവർക്ക് മുൻനിരയിൽ തന്നെ സീറ്റ് നൽകുകയും ചെയ്തു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതിയെ കണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിലവിലെ BJP-യുടെ അധ്യക്ഷനോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് പറയുന്നു. എല്ലാ കാലത്തും ഈ സിനിമാ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സ്വാധീനമുള്ളതാണ് തമിഴ് രാഷ്ട്രീയം. അതോടൊപ്പം തന്നെ ഈ മീനയും ഖുശ്ബുവും അടക്കമുള്ള രാധിക ശരത്കുമാറും അടക്കമുള്ള പല നേതാക്കളും എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ BJP-ക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയും. കാരണം അവിടെ കഴിഞ്ഞ നിയമസഭയുടെ കണക്കെടുക്കുമ്പോൾ അവർ 4 മണ്ഡലങ്ങളിലാണ് വിജയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം ഏറ്റുവാങ്ങിയത് കമലഹാസനാണ്. ഇപ്പോൾ ഈ പിണറായി തന്നെയല്ലോ അദ്ദേഹത്തിന്റെ 5ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് നാം കണ്ടിരുന്നു. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് എവിടെ വന്നാലും BJP-ക്കെതിരെയും വർഗീയതയ്ക്കെതിരെയുമാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ. പക്ഷെ സ്വന്തം തട്ടകത്തിൽ BJP-യോട് ദയനീയമായി പരാജയപ്പെട്ടൊരു നേതാവാണ് കമലഹാസൻ. സ്വന്തം അല്ലെ, അങ്ങനെയാണ് ഒരു കരുത്തുള്ള നേതാവാണെങ്കിൽ അദ്ദേഹം അവിടെ BJP-യെ പരാജയപ്പെടുത്തുന്നുണ്ടല്ലേ. സ്വന്തം നാട്ടുകാരെ ബോധവൽക്കരണം നടത്തി BJP-യെ പരാജയപ്പെടുത്താത്ത നേതാവാണ് ഇപ്പോൾ കേരളത്തിൽ വന്ന് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായിയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളാണ് ഈ ക്ലാസ് എടുക്കാനുള്ള അവസരം നേടിക്കൊടുക്കുന്നത്. എന്തായാലും തമിഴ് രാഷ്ട്രീയം കുറച്ച് നാളുകളായി തന്നെ ഈ തമിഴ്നാട്ടിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു വശത്ത് DMK-യും ഒരു വശത്ത് AIDMK BJP സഖ്യവും NDA സഖ്യവും, മറ്റൊരു വശത്ത് നമ്മുടെ പുതിയ പാർട്ടി തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന വിജയ്, ഇളയ ദളപതി എന്ന് തമിഴ് സിനിമാ ലോകത്ത് അറിയപ്പെടുന്ന വിജയിൻ്റെ പാർട്ടി. ഈ വിജയിൻ്റെ ഫാൻസ് തമിഴ്നാട്ടിൽ ഒരു വലിയ ശക്തിയാണ്. അപ്പോൾ അങ്ങനെ ഈ 3 പേരും തമ്മിൽ മത്സരിക്കുന്ന ഒരു ശക്തമായ ത്രികോണ മത്സരം അവിടെ ഉണ്ടായാൽ അത് DMK-ക്ക് വലിയ ദോഷം ചെയ്യും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. BJP-യുടെയും ലക്ഷ്യം അതാണ്. DMK-യുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്തുക, ഒപ്പം ഈ BJP-യുടെ വോട്ടുകൾ പരമാവധി. അതിന്റെ കാരണം ഈ എല്ലാ കാലത്തും ഈ അണ്ണാ DMK ഒരു മൃദു ഹിന്ദുത്വ പാർട്ടിയാണ്. അതെ, DMK കൃത്യമായി ദ്രാവിഡ പാർട്ടിയാണ്. അവിടെ അവർ മതമില്ലെന്ന് പറയും. ഈ CPM-നെ പോലെ മതത്തെ വിമർശിക്കും, മുരുകനെ വിമർശിക്കും. ആ രീതിയിലുള്ള ഒരു പാർട്ടിയാണ് അത്. പക്ഷെ ആ പാർട്ടിയുടെ വോട്ടുകൾ കൃത്യമായി തന്നെ ലക്ഷ്യമിടുന്നത് ഈ വിജയുടെ പാർട്ടിയാണ്. വിജയുടെ പാർട്ടിക്ക് ഒരിക്കലും അണ്ണാ DMK-യുടെ പാർട്ടിയിൽ നിന്നും വോട്ടുകൾ ചോരാൻ സാധ്യത കുറവാണ്. പക്ഷെ അവർക്ക് കൃത്യമായി തന്നെ DMK-യുടെ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ കഴിയും. അത് DMK എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിജയ് തുടർച്ചയായ റാലികൾ നടത്തിയതും ആ സ്ഥലങ്ങളിലെല്ലാം ജില്ലാ പ്രസിഡന്റുമാരുമായി ബന്ധപ്പെട്ട് പുതിയ ജില്ലാ പ്രസിഡന്റുമാരെ നിയമിക്കുകയും അവരുടെ ഈ കമ്മിറ്റികളെല്ലാം വിപുലീകരിക്കാനുള്ള ശ്രമം DMK തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് അത്തരം ഭയപ്പാടുകൾ ഉണ്ടാകുന്നത് അവർ തിരിച്ചറിയുകയാണ്.
ഈ തങ്ങളുടെ വോട്ടുകൾ എങ്ങോട്ടാണ് ചോരുന്നതെന്ന് DMK ഇപ്പോഴേ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയെങ്കിലും വിജയ് കൂടുതൽ കരുത്തനായി തന്നെയാണ് വരുന്നത്. അങ്ങനെ വിജയ് കൂടുതൽ കരുത്താകുമ്പോൾ സ്റ്റാലിനിൽ നിന്നുള്ള വോട്ടുകൾ ചോരും. അങ്ങനെ BJPക്കും അണ്ണാ DMKയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം സ്വപ്നം കണ്ടാണ് എന്തായാലും അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ സഖ്യം ചേർന്നിരിക്കുന്നത്. ഇത്തരം പുതിയ നേതാക്കളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടത്തി വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.